ആളെ മുമ്പ് എത്തിങ്ങാനിൽ നിന്ന് കിട്ടിയതാണ്. ആള് ഈ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന അത്തരം പ്രശ്നങ്ങളുള്ള ആളാണ്. നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ സാലറിഡ് എംപ്ലോയി ആണ് പുള്ളി. സാലറിഡ് എംപ്ലോയിയാണ് പുള്ളിക്ക്. നമ്മളൊരു അക്കൗണ്ട് എടുത്ത് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾക്ക് എല്ലാ മാസവും ഒരു സാലറി അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കും. ഒരു സിവിയർ ഓട്ടിസ്റ്റിക് ഉള്ള ഒരു കുട്ടിയായിട്ട് ഒരു കല്യാണത്തിനോ അവൻ അമ്മയ്ക്ക് പോകാൻ പറ്റാറുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാറുണ്ടാവില്ല, ഒരു ഷോപ്പ് കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെ എല്ലാത്തിലും അവർ പുറകിലായിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ അവർ രാവിലെ വന്ന് ഒരു ക്ലാസ് ബുക്കിൽ ഇരുന്ന് എന്തെങ്കിലും പഠിച്ച് തിരിച്ചു പോകുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. സൊസൈറ്റിയിലേക്ക് അവരെ ഇറക്കണമെങ്കിൽ അവർക്ക് ഇറങ്ങാൻ പറ്റിയൊരു സൊസൈറ്റി വേണം. ഒരു കുട്ടിയുണ്ട്, അവൻ എങ്ങനെ ഡ്രംസിൽ അടിച്ചാലും അതൊരു താളമാണ്. എന്ന് വെച്ചാൽ ഒരു പാട്ടൊക്കെ നമ്മൾ പാടിയ പുള്ളിക്കാരൻ വെറുതെ ഇരുന്നടിക്കും. അവൻ ഒരു മ്യൂസിക് ട്രെയിനിങ് കിട്ടിയതൊന്നുമല്ല, പക്ഷെ ഒരു താളത്തിൽ ഇങ്ങനെ. അതെ അതെ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ ഒരു തീരത്താണ്, അതായത് ഒരു വാലി, സമാധാനത്തിൻ്റെ താഴ്വര. നമ്മുടെ കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പീസ് വാലി എന്ന് പറയുന്ന ഒരു ആളുകളെ റീഹാബിലിറ്റ് ചെയ്യുന്ന ഒരു സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നവർ വരെ അവരുടെ ഒരു ആശാ കേന്ദ്രമാണ് ഈ പീസ് വാലി. പീസ് വാലി സന്ദർശിക്കണം, കാണണം എന്ന് ഞങ്ങൾ വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ച ഒരു ആഗ്രഹമായിരുന്നു. ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ഈ താഴ്വര കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ആളുകളെ, ഈ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളവരെയും ഫിസിക്കലി ബുദ്ധിമുട്ടുള്ളവരെയും വാർദ്ധക്യത്താൽ അവശത അനുഭവിക്കുന്നവരെയും സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ ഈ നാടിന് അടുത്ത് തന്നെ ഉണ്ടായിട്ട് എനിക്കിത് കാണാൻ സാധിച്ചില്ലല്ലോ. ഇന്ന് എൻ്റെ മരുമകൻ റിയാസും എൻ്റെ മകൾ മെറിയവും ദുബൈയിൽ നിന്ന് ഇന്നലെ രാത്രി എത്തി. അപ്പോൾ നമുക്ക് ഇന്ന് പീസ് വാലി ഒന്ന് കാണണം. ഞാൻ വളരെ വികാരാധീനമാവുകയാണ്. കാരണം എനിക്കും ഇതുപോലെ ഒരു അനുജനുണ്ട്. ഈ അനുജനെക്കുറിച്ച് ആ കാലങ്ങളിലൊന്നും ആർക്കും കൂടുതൽ അവയർനെസ് ഉണ്ടായിരുന്നില്ല. പീസ് വാലി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു, എൻ്റെ അനുജനും ഇവിടെ അഭയം കൊടുത്താൽ കൊള്ളാമെന്ന്. പീസ് വാലിയിൽ വന്ന് ഞങ്ങൾ 1-2 സെക്ഷൻ കണ്ട്, അതായത് കുട്ടികളെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത് വരെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും. ഒപ്പം തന്നെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുക, അതിനു വേണ്ടി വരെ പര്യാപ്തമാക്കുന്നു, സജ്ജമാക്കുന്നു. അതാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. ഞങ്ങളോടൊപ്പം നിസാറും കൂടെ വന്നിട്ടുണ്ട്. നിസാറാണ് ഏറ്റവും ആദ്യം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. ഒപ്പം തന്നെ ഷംസുദ്ദീൻ, ഇവിടെ ഈ നാട്ടുകാരൻ തന്നെയാണ്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഷംസുദ്ദീനും ഇവിടെയുണ്ട്. ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അബൂബക്കർ സാഹിബാണ്. അദ്ദേഹത്തെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ കാണുവാൻ സാധിക്കും. ഒപ്പം തന്നെ ഞങ്ങളോടൊപ്പം സക്കറിയ ഫ്രം കണ്ണൂർ, അദ്ദേഹവും എത്തിയിട്ടുണ്ട്. സക്കറിയയാണ് ഈ കാണുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായിട്ട് ഫായിസ് എത്തിയിട്ടുണ്ട്. ഫായിസ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള അനാഥരായ ഭിന്നശേഷിക്കാരുടെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ലൈഫ് സ്കിൽ സ്കൂളാണ് നമ്മുടെ സ്കൂൾ. 7 വയസ്സുള്ള ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നാൽ 18 വയസ്സ് വരെ നമ്മൾ ആ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. 14 വയസ്സ് വരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. 18 വയസ്സാകുമ്പോഴേക്ക് നമ്മളെപ്പോലെ സൊസൈറ്റിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കുക. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം. അതായത് ഇപ്പോൾ 7 വയസ്സിൽ നമുക്കൊരു കുട്ടിയെ കിട്ടിയാൽ ആ കുട്ടി പ്രോപ്പറായിട്ട് തെറാപ്പി ചെയ്ത കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന മെജോറിറ്റി കുട്ടികളും ഇങ്ങനെ ഒരു തെറാപ്പിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടിയ കുട്ടികളായിരിക്കില്ല. ഇവൻ ബ്രഷ് ചെയ്യാനോ തുപ്പാൻ പോലും കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ ഏറ്റവും താഴത്തെ ലെവൽ തൊട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് ബേസിക് അക്കാഡമിക്സ് പ്ലസ് അവരുടെ ADL സ്കിൽ, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്, അതുപോലെ ഒരു സൊസൈറ്റിയിലേക്ക് പുറത്തിറങ്ങുമ്പോൾ ആവശ്യമുള്ള എല്ലാ സ്കില്ലും നമ്മൾ അതിനുവേണ്ടി ഒരു മിനിയേച്ചർ സിറ്റി എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സംവിധാനം നമ്മളോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സെൻസറി പാർക്കുണ്ട്, നമ്മുടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. പിന്നെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നൊരു സംവിധാനം കൂടെ ഇവിടെ ഉണ്ട്. അതായത് ഗവൺമെൻറ്റിലുള്ളതാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ ഇത്തരം കുട്ടികളുണ്ടായാൽ അവരെ ഏൽപ്പിക്കുകയും പിന്നെ അവിടുന്ന് ദത്തെടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. പക്ഷേ ഈ കുട്ടികൾ ഡിസേബിലിറ്റി ആണെങ്കിൽ അവരെ ഏൽപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പോൾ ഡിസേബിലിറ്റി ആയ ഒരു കുട്ടി, ഒരു ന്യൂബോൺ കുട്ടി അനാഥയായിട്ട് വരികയാണെങ്കിൽ അവർക്ക് വേണ്ട നമ്മൾ മറ്റ് സംവിധാനങ്ങളാണെങ്കിൽ പോലും അവർക്കുള്ള തെറാപ്പികളോ മറ്റു കാര്യങ്ങളോ കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. നമ്മുടെ അമ്മത്തൊട്ടിലിൽ അത്തരം ഡിസേബിലിറ്റിയുള്ള കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുകയും അവർക്ക്
എന്താ പറയുക, ഒരു ലൈഫ് ലോങ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സർവീസുകളും ഇന്ന് പീസ് വാലിയിലുണ്ട്. 6 വയസ്സ് വരെ അവൾക്ക് ഏർലി ഇൻഡിവിജ്വൽ സെൻ്ററിലെ തെറാപ്പികൾ നമ്മൾ കൊടുക്കും. 7 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നമ്മുടെ ചിൽഡ്രൻസ് ലൈഫ് സ്കിൽ സ്കൂളിലെ സർവീസിലൂടെ അവർ പോകും. അത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ അപ്കമിങ് പ്രൊജക്റ്റ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററാണ്. അവരെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് പീസ് വാലിയിൽ രാവിലെ ഒരു ജോലിക്കാരെ പോലെ വന്ന് സ്വന്തമായിട്ട് സമ്പാദിച്ച് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുക. ഒരു സൊസൈറ്റിയിൽ നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകുക. ഡിപ്പെൻസ് അവരുടെ ഡിസേബിലിറ്റി അനുസരിച്ചാണ്. എല്ലാവരും 100% വരുന്ന എല്ലാ അഡ്മിഷനും നമുക്ക് അങ്ങനെ എത്തിപ്പെടാൻ കഴിയില്ലെങ്കിൽ പോലും ഈ ഒരു ആശയത്തിലാണ് നമ്മുടെ ഈ സംവിധാനം കുട്ടികളുടെ ഏരിയ പീസ് വാലിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു പോയിന്റ് സ്റ്റേറ്റ് പെൻസിൽ, ബെഞ്ച്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം, അത്ര പോയിന്റുകളേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഏരിയ ഒരു പൊതു പ്ലാറ്റ്ഫോമിലാണ്. ഒരു സിവിയർ ഓട്ടിസ്റ്റിക് ഉള്ള ഒരു കുട്ടിയായിട്ട് ഒരു കല്യാണത്തിനോ അവൻ്റെ അമ്മയ്ക്ക് പോകാൻ പറ്റാറുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാറുണ്ടാവില്ല, ഒരു ഷോപ്പ് കൊണ്ടുപോകാൻ കഴിയില്ല. ഇങ്ങനെ എല്ലാത്തിലും അവർ പുറകിലായിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ അവർ രാവിലെ വന്ന് ഒരു ക്ലാസ് ബുക്കിൽ ഇരുന്ന് എന്തെങ്കിലും പഠിച്ച് തിരിച്ചു പോകുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. സൊസൈറ്റിയിലേക്ക് അവരെ ഇറക്കണമെങ്കിൽ അവർക്ക് ഇറങ്ങാൻ പറ്റിയൊരു സൊസൈറ്റി വേണം. ഇപ്പോൾ ഒരു റോഡിലേക്ക് വിട്ട് ഇത് റോഡാണെന്ന് പറഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ റോഡ് തൊട്ട് സെറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ റോഡ് സേഫ്റ്റി ട്രെയിനിങ്ങുകൾ ഇവിടെ നിന്നാണ് നമ്മൾ കൊടുക്കുക. അത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് റോഡാണെന്ന് പഠിപ്പിക്കണം കുട്ടികളെ. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇത് റോഡാണെന്ന് പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഒരു 1-2 മാസം, ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുത്തെന്ന് വരും. ഡിപ്പെൻസ് അവരുടെ ഡിസേബിലിറ്റി വെച്ച്. മൈൽഡ് കേസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർ അച്ചീവ് ചെയ്യും. മോഡറേറ്റ് സിവിയർ ആവും തോറും അതിൻ്റെ അച്ചീവ് ചെയ്ത റിസൾട്ടിൻ്റെ ഡ്യൂറേഷൻ കൂടിക്കൊണ്ടിരിക്കും, ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ടെക്നോളജി ബേസ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 റൂം. ഇതിന് പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് ഈ 2 റൂമുകൾ. അതിൽ ഇത് ടെക്നോളജി ബേസ് ആയിട്ട് എന്തെങ്കിലും ട്രെയിനിങ്, അവർക്ക് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ കഴിയുക, അതിനവർക്ക് കഴിഞ്ഞാൽ അതിലവർക്ക് നമുക്കൊരു വൊക്കേഷൻ, ഒരു ജോലി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ആ ലെവൽ ട്രെയിനിങ് ആണ്. സ്കിൽ അത് നമ്മൾ സ്കിൽ അസസ് ചെയ്യുക. അപ്പം മൈൽഡ് കേസുകളുള്ള കുട്ടികൾ, ചില മോഡറേറ്റ് കുട്ടികൾക്കും ഇത് ചെയ്യാൻ കഴിയും. ഇരുന്ന് കീബോർഡൊക്കെ ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും പെയിന്റിംഗ് ഒക്കെ, ഡിജിറ്റൽ ഡ്രോയിങ്, അങ്ങനത്തെ കേസുകളൊക്കെ കഴിയുന്ന ഏതെങ്കിലും ഒരു ലെവലിൽ ഒരു ടാലന്റ് ഉണ്ടാകും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ. അതെ അതെ അതെ, ഇപ്പോഴത്തെ സെറിബൽ പാൾസി വന്ന ഒരാളാണ്. അവരാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക്. ഇപ്പം നമ്മളൊരു പൊതു സംവിധാനം ഉണ്ടല്ലോ, ഒരു കുട്ടി 10ാം ക്ലാസ് പഠിക്കണം, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ജയിക്കുക, +2 ജയിക്കുക. നമ്മളിവിടെ വരുന്ന കുട്ടികളോട് നമ്മൾ അതാ പറയണേ, ഇതൊരു സാധാ സ്കൂൾ, ഒരു സ്പെഷ്യൽ സ്കൂൾ സംവിധാനം അല്ല. അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതിലവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സ്കിൽ ക്രാഫ്റ്റ് എന്ന് പറയുന്ന റൂം നമ്മുടെ അപ്കമിങ് പ്രൊജക്റ്റ് ഉണ്ട്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ. അവർ രാവിലെ വന്ന് അവിടെ ജോലി ചെയ്ത് തിരിച്ചു പോകുക. അപ്പോൾ അതിനൊരു ട്രെയിനിങ് സെൻറ്റർ നമ്മളെ പ്രൊജക്റ്റാണ്. അപ്പോൾ അതിലുള്ളൊരു പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് നമ്മൾ ഈ റൂമിൽ വെച്ചാണ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 4 ഫാക്ടറി പോലെ, ഇപ്പോൾ ഒരു തുണി മില്ല്, ഒരു ബാഗ് ഉണ്ടാക്കുന്ന യൂണിറ്റ്, അങ്ങനത്തെ 4 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏതിലാണ് അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മളിവിടെ അസസ് ചെയ്യും. ഒരു കുട്ടിക്ക് തുണി ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യാൻ പറ്റുക, അപ്പോൾ അതിന് വേണ്ട ട്രെയിനിങ് നമ്മൾ ഒരു പ്രീ വൊക്കേഷൻ എന്നുള്ള ലെവലിൽ ഇവിടെ കൊടുക്കും. ഇതിപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമാണ്. ഇതിൻ്റെ റിസൾട്ട് അവിടെയുള്ള നമ്മുടെ ഷെൽഫിൽ കാണാൻ പ്രത്യേകിച്ചില്ല, നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഏരിയ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ആർട്ട് റൂം. ഇത് നമ്മുടെ മ്യൂസിക്കാണ്. ഇവിടെ ഉള്ളൊരു വണ്ടർ അടിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത കുട്ടികളുണ്ട്. അവരോട് വന്നാലും ഒരു കുട്ടിയുണ്ട്, അവൻ എങ്ങനെ ഡ്രംസിൽ അടിച്ചാലും അതൊരു താളമാണ്. എന്ന് വെച്ചാൽ ഒരു പാട്ടൊക്കെ നമ്മൾ പാടിയ പുള്ളിക്കാരൻ വെറുതെ ഇരുന്ന് അടിക്കും. അവൻ ഒരു മ്യൂസിക് ട്രെയിനിങ് കിട്ടിയതൊന്നുമല്ല, പക്ഷെ ഒരു താളത്തിൽ ഇങ്ങനെ അതെ അതെ. അപ്പൊ അത്തരം എന്ത് എബിലിറ്റി ആണുള്ളത്, ആ ഒരു എബിലിറ്റിയിൽ ഗിത്താർ, കീബോർഡ്, ഒരു ബേസിക് ആയിട്ടുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ടീച്ചർ, നമുക്കൊരു മ്യൂസിക് ടീച്ചറും ഉണ്ടാവും. അപ്പോൾ അവരൊന്നിട്ട് ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കും. പിന്നെ കുറച്ചും കൂടെ കുറവുള്ള കുട്ടികളാണെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന ഒരു മ്യൂസിക് തെറാപ്പി മോഡലിലുള്ള തെറാപ്പി വൈസും നമ്മളിവിടെ കൊടുക്കും. ഉള്ളൊരു മ്യൂസിക് റൂമാണ് ഇവിടെ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തത്. അതെ അതെ, എല്ലാത്തിലും ഉണ്ട്. അതിലവർക്കൊരു കരിയർ ഉണ്ട്, നമ്മളതാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈവൻ ഒരു ഡ്രംസ് ആണ് അവരുടെ ഇതെങ്കിൽ അതിലവർക്കൊരു കരിയർ ഉണ്ടാക്കുക. നന്നായിട്ടൊരു ഡ്രംസ് വായിക്കുന്ന ഒരാളായ മതി ഭാവിയിൽ. വേറെ അക്കാഡമിക്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അതിലവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അവർ ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കുക. സ്വന്തമായിട്ടൊരു ഡ്രമ്മർ ആവാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഗിറ്റാർ വായിക്കുന്ന ഒരാളാകാൻ കഴിയുക എന്നുള്ളതാണ്.
നമ്മൾ ഓൾറെഡി കുറേ വിസിറ്റ് ചെയ്തിരുന്നു ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മളൊരു ഡിസബിലിറ്റി സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളും ഞാനും കൂടെയാണ് അതിൻ്റെ പ്രൊജക്ട് അസോസിയേറ്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടറേറ്റ് കിട്ടിയ ഒരു സാറായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തു. നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് കണ്ടപ്പോൾ അവിടെ ഉള്ളതിന് എല്ലാത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. നമുക്ക് ഇതേപോലെ ഒന്ന് കേരളത്തിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല തന്നെ. മൈക്രോ ലെവലിൽ ഉണ്ടാവില്ല, മാക്രോ ലെവലിൽ ഉണ്ടാവില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയി ഫോർ എക്സാമ്പിൾ നടക്കാനുള്ള റോഡിലൂടെ റോഡ് എന്താണെന്ന് പഠിപ്പിക്കുകയും അതിലൂടെ നടക്കുക, അതിലൂടെ വളരുക, മ്യൂസിക് തെറാപ്പിയിലൂടെ മ്യൂസിക്കിലൂടെ ഒരു കരിയർ കണ്ടുപിടിക്കുക, കാറ്റഗറീസ് എന്തൊക്കെയാണുള്ളത്? വൊക്കേഷൻ ഇപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിലാണ്. അവരുടെ ഫിംഗർ അങ്ങനത്തെ കാര്യം അതിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് വരുന്നേ ഉള്ളൂ. കുറച്ച് നല്ല സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് അത്. നമ്മൾ വിചാരിക്കുന്ന ഒരു സമയം കൊണ്ട് അത് കഴിഞ്ഞോളണം. കുട്ടികൾ ആദ്യം ഒരു മെന്റലി ഫിസിക്കലി അത് നോക്കിയൊക്കെ എടുക്കാന്ന് പറയുന്നത് ഏറ്റവും ചാലഞ്ച് ആയിട്ടുള്ളത്. ആ ഒരു ഏരിയയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. നമുക്ക് റൂമിൽ തന്നെ ജിമ്മ്. ഈ ജിം ഇത് സെൻറ്റർ ഫോർ ഫിസിക്കൽ വെൽനെസ് ആണ്. കുട്ടികൾക്ക് ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ മെജോറിറ്റി. സെർവൽ പാൾസിയൊക്കെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടാകും. പക്ഷെ ഫിസിക്കലി അവർക്ക് കിട്ടേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അവരുടെ ഫിസിക്കൽ എനർജി, മറ്റു കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ മാത്രമാണ് അതിനൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതെ, ആരോഗ്യം വേണം. അപ്പോൾ അതിനു വേണ്ടി ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് തീരെ കിട്ടാത്തൊരു സാധനമാണിത്. അതെ അതെ അതെ. ജിമ്മ് എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കി എവിടെയില്ല. ഫസ്റ്റ് സംഭവം തന്നെ നമുക്ക് പീരീഡാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളതിൽ ഒരു ക്ലാസ്സിന് ഒരു പീരീഡ് ഉണ്ടാവും. ജിമ്മ് ഫിസിക്കൽ വെൽനെസ് ഒരു പീരീഡ് ബീതവൻ സെന്ററിൽ മ്യൂസിക് റൂം ആയിരുന്നു. അത് ഓരോ ഇപ്പൊ ഫിസിക്കൽ വെൽനെസ് ആണെങ്കിൽ 1 മണിക്കൂറാണ് പീരീഡ് ഡ്യൂറേഷൻ വരിക. ഇനിയിപ്പോൾ മറ്റു ചിലതാണെങ്കിൽ അതിനനുസരിച്ച് 3/4 മണിക്കൂർ. അത് എങ്ങനെയാണ് അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുക അതിനനുസരിച്ച് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ല നമ്മളൊരു പുറത്തുള്ള പോലെ ഒരു ഡ്യൂറേഷൻ ആയിരിക്കില്ല. അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് എത്ര നേരം അതിൽ ഇരിക്കാൻ കഴിയും. ചിലപ്പോൾ 1 മണിക്കൂറൊന്നും ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാൻ നമുക്ക് പോലും പറ്റില്ല. ഈ കുട്ടികൾക്ക് എന്തായാലും കഴിയില്ല. ക്ലാസ് റൂമിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ അനുസരിച്ച് പീരീഡുകൾ കുറവായിരിക്കും സമയത്ത്. ഓരോ വ്യക്തിക്കും വേണ്ടി ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ കുട്ടികളും യുണീക്കാണ്. ഇങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് തെറാപ്പി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വൈസ് പോകുമ്പോൾ അത് നന്നായിട്ട് എല്ലാ കുട്ടികളെ സ്കില്ല് അച്ചീവ് ചെയ്ത് വരണമെങ്കിൽ നല്ലൊരു സമയം എടുക്കും. ചില കുട്ടികൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ IEP പ്രോഗ്രാമിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ടീച്ചറും ഒരു കുട്ടിയും. പിന്നെ നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിലെ തെറാപ്പികളെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത് സക്സസ് ആവുന്നത്. വെറും ക്ലാസ് റൂം ടീച്ചിങ് ആണെങ്കിൽ ഒരിക്കലും ഒരു ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട്. അത് നമ്മുടെ അപ്പുറത്ത് ഏർലി ഇൻ്റർവെൻഷൻ നമുക്ക് കാണാം. അവിടെ അത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളെ കുട്ടികൾ കൂടെ ഇടും. പിന്നെ ഇതൊരു മിനിയേച്ചർ വീടാണ്. ശരിക്കും ഫർണിഷിങ് നടന്നു വരുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെറിയ വീടിന് വേണ്ട എല്ലാ സംവിധാനവും നമ്മളിവിടെ അറേഞ്ച് ചെയ്യും. ഒരു കുട്ടി പുറത്ത് മാത്രമല്ല, നമ്മുടെ വീട്ടിലും ആൾ സക്സസ് ആവണമല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളൊരു അടുക്കളയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഫർണിഷിങ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കണുള്ളൂ, അറേഞ്ച് ചെയ്തിട്ടില്ല. അടുക്കള ഇവിടെ ഒരു ക്ലാസ് റൂം നമുക്ക് ഒരു പീരീഡോടെ വരും കുട്ടികൾ. എല്ലാ ആഴ്ചയിലെ ദിവസങ്ങൾ സ്കില്ലുള്ള ക്ലാസ്സുകളിലാണ് കൂടുതൽ ഉണ്ടാവുക. അതായത് ഏറ്റവും കൂടുതൽ എബിലിറ്റി ഉള്ള കുട്ടികൾക്കാണ് കൂടുതൽ പീരീഡുകൾ ഉണ്ടാവുക. അവരോട് വന്നിട്ട് വെജിറ്റബിൾ കട്ടിങ്ങും കുക്കിങ്ങോ പഠിക്കും. ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യാനാണ് അവർക്ക് സ്കില്ലുള്ളത്. എന്നാൽ അതിലവർ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ആഷിഖ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇതേപോലെ വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആൾ നമുക്ക് യത്തീംഖാനയിൽ നിന്ന് കിട്ടിയതാണ്. ആൾ ഈ സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന അത്തരം പ്രശ്നങ്ങളുള്ള ആളാണ്. നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ സാലറീഡ് ആയ എംപ്ലോയി ആണ് പുള്ളി. സാലറീഡ് ആയ എംപ്ലോയിയാണ്. പുള്ളിക്ക് നമ്മളൊരു അക്കൗണ്ട് എടുത്ത് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾക്ക് എല്ലാ മാസവും ഒരു സാലറി അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആൾ നമുക്കൊരു യത്തീംഖാനയിൽ നിന്ന് കിട്ടണേ. LKG യത്തീംഖാനയിൽ എത്തിയ ആളാണ് പുള്ളി. LKG യത്തീംഖാനയിലേക്ക് കൊണ്ടുവിട്ട ആളാണ്. അപ്പോൾ ആള് ഇന്ന് സ്വന്തമായിട്ട് ഇവിടെ ഒരു ഇൻമേറ്റായി വന്നു. ഇന്നിവിടെ ഒരു ജീവനക്കാരനായിട്ട് ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ശരിക്കുള്ളൊരു തീം. അപ്പോൾ കുക്ക് ചെയ്യാനാണ് അവന് സ്കില്ലുള്ളത്. നല്ലൊരു പാചകക്കാരനായാൽ മതി, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും അതിൽ. അപ്പോൾ അതിന് വേണ്ട ഒരു കുക്കിംഗ് ട്രെയിനിങ് കൂടെ കൊടുക്കും. പിന്നെ ഇവിടെ നമുക്കൊരു അയൺ ടേബിൾ ഉണ്ടാവും. കുട്ടികൾ ഡ്രസ്സ് ചെയ്യുക, പിന്നെ ഡ്രസ്സ് മടക്കി വെക്കുന്ന ഒരു കബോർഡ് ഉണ്ടാവും. സ്വന്തം ഡ്രസ്സ് മടക്കി എടുത്ത് വെക്കുക.
ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാവും. ഫുഡ് ട്രെയിനിങ് നമുക്ക് ഓൾറെഡി എല്ലാ ദിവസവും ഉണ്ട്, നമ്മുടെ താഴത്തെ ക്യാൻറ്റീനിലുണ്ട്. അതിന് പുറമെ നമ്മളിവിടെ ക്ലാസ് ബേസ് ചെയ്തിട്ട് ക്ലാസ്സിന് കൊടുക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡും കട്ടിലും ഒക്കെ ഉണ്ടാവും. അതായത് ഒരു ചെറിയ വീട്ടിൽ വേണ്ട എല്ലാ സംവിധാനവും, TV എല്ലാം ഉണ്ടാവും. മാനേജ് എറ്റിക്വേറ്റ്സ് ഒക്കെ അതെ പഠിക്കാം. അതെ, വീട്ടിലൊരു കുട്ടിയെ മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്.